ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിതം അനക്കൂലാത്ത ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാസ്ക് വെച്ചിട്ടാണ് കേൾക്കാത്ത. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരീക്ഷയ്ക്ക് പഠിച്ച നിങ്ങൾ ചിരിക്കുകയാണോ കരയാണോ വിഷമിക്കുകയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ മാസ്ക് വെച്ചാണോ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ കാറ്റഗിസം പരീക്ഷ എന്നൊക്കെ പറയുമ്പോൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ലല്ലേ? അല്ലേ? സീരിയസ് ആയിട്ട് എടുക്കാറുണ്ടോ? അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ നല്ല പിള്ളേരാണ് നിങ്ങൾ. ഈ സ്കൂളിലൊക്കെ നമ്മൾ ഭയങ്കര കാര്യമായിട്ട് പഠിക്കും. കാറ്റഗിസം ക്ലാസ്സിൽ വരുമ്പോൾ ഉഴപ്പും അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ സ്കൂളിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നമുക്കറിയാം 10ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ +2 കഴിഞ്ഞ് നമ്മൾ വല്ല പെയിൻറ്റ് പണിക്ക് പോകേണ്ടി വരും നമുക്കറിയാം അല്ലേ? അല്ലെങ്കിൽ വല്ല ഓട്ടോ ഓടിക്കാനൊക്കെ പോകേണ്ടി വരും. ഇവിടെയാണെങ്കിൽ പഠിച്ചാലും കുഴപ്പമില്ല, എന്തായാലും +2 കഴിഞ്ഞ് പോകുമ്പോൾ കറങ്ങിയടുത്ത് നിൽക്കാം. +2 കഴിയുന്നത് വരെ ഈ ഫ്രണ്ടിലത്തെ റോയിലൊക്കെ നിൽക്കാം. +2 കഴിഞ്ഞാൽ പിന്നെ ആ ജനലിൻ്റെ അവിടെയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ കൽക്കുരിശിൻ്റെ അവിടെയൊക്കെ പോയി നിൽക്കാമല്ലേ? നമ്മൾ രണ്ടിനും കുറേ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് പോലെയല്ല ഇവിടെ പഠിക്കുന്നത്. കാറ്റഗിസം നമ്മൾ നന്നായിട്ട് തന്നെ പഠിക്കണം, വേദപാഠം. കാരണം സ്കൂളുകളിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നിങ്ങൾ നല്ല ജോലിയൊക്കെ നേടുമായിരിക്കും. പക്ഷെ വേദപാഠം നല്ലതായിട്ട് പഠിച്ചില്ലെങ്കിൽ നല്ല മനുഷ്യരാവാനായിട്ട് നമുക്ക് പറ്റില്ല, നല്ല പിള്ളേരായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. നമ്മൾ ഇപ്പം നമുക്ക് കിട്ടുന്ന ഈ ഒരു വേദപാഠ ക്ലാസ്സുകളിൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു വിശ്വാസവും ഈശോയോട് തോന്നുന്ന ആ ഒരു സ്നേഹമൊക്കെയാണ് പിന്നീട് നമ്മുടെ ജീവിത അവസാനം വരെ നമ്മളെ കൊണ്ട് നടക്കുക. അപ്പോൾ മക്കളെ നന്നായിട്ടൊക്കെ പഠിക്കുക. നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പരീക്ഷകൾ എഴുതാനായിട്ട് നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എല്ലാവരുടെ മേലുണ്ടാകുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് 1 മുതൽ 9 വരെയുള്ള വേദപാഠ വിദ്യാർത്ഥികൾ പരീക്ഷകൾ എഴുതുമ്പോൾ കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർക്ക് നൽകി അവർ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്ത് അങ്ങയോട് കൂടുതൽ അടുക്കുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് എല്ലാ മാതാപിതാക്കന്മാരും ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് ലൂർദ് മാതാവിൻ്റെ തിരുനാൾ കൂടി നമ്മൾ ആഘോഷിക്കുകയാണ്. ലൂർദ് മാതാവിൻ്റെ തിരുനാളിൻ്റെ അന്നാണ് നമ്മൾ രോഗീ ദിനമായിട്ട് ആചരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ബന്ധുജനങ്ങളുടെ ഇടയിലും നമുക്ക് പരിചയമുള്ള രോഗികളായിട്ട് കഴിയുന്ന എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ ബലിയിലൂടെ കർത്താവിൻ്റെ കരസ്പർശം അവരുടെ മേലുണ്ടാകുന്നതിനും അവരെല്ലാം സൗഖ്യം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രത്യേകം ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. തിരുനാളിൽ കർത്താവരുളിയ
അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികരണത്തിനും ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാഥ ഞങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. പരിപാവന
വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും പരമാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 5-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഗുരു ഹെനോക്കിന്റെ ജനനത്തിന് ശേഷം യാരേ 800 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. യാരേദിന്റെ ജീവിതകാലം 962 വർഷമായിരുന്നു. അവനും മരിച്ചു. ഹെനോക്കിന് 65 വയസ്സായപ്പോൾ മെത്തുശലഹ് എന്ന മകൻ ഉണ്ടായി. മെത്തുശലഹിന്റെ ജനനത്തിന് ശേഷം ഹെനോക്ക് 300 വർഷം കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ഹെനോക്കിന്റെ ജീവിതകാലം 365 വർഷമായിരുന്നു. ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. പിന്നെ അവനെ കണ്ടിട്ടില്ല. ദൈവം അവനെ എടുത്തു. 187 വയസ്സായപ്പോൾ മെത്തുശലഹ് ലാമെക്കിന്റെ പിതാവായി. ലാമെക്കിന്റെ ജനനത്തിന് ശേഷം മെത്തുശലഹ് 782 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. മെത്തുശലഹിന്റെ ജീവിതകാലം 969 വർഷമായിരുന്നു. അവനും മരിച്ചു. ലാമെക്കിന് 182 വയസ്സായപ്പോൾ ഒരു പുത്രനുണ്ടായി. കർത്താവ് ശപിച്ച ഈ ഭൂമിയിലെ ക്ലേശകരമായ അധ്വാനത്തിൽ അവൻ നമുക്ക് ആശ്വാസം നേടിത്തരും എന്ന് പറഞ്ഞ് അവനെ നോഹ എന്ന് വിളിച്ചു. നോഹയുടെ ജനനത്തിന് ശേഷം ലാമെക്ക് 595 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ലാമെക്കിന്റെ ജീവിതകാലം 777 വർഷമായിരുന്നു. അവനും മരിച്ചു. എന്റെ സഹോദരരെ, ജോഷുവ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 4-ാം അധ്യായം 15 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഗുരുവാശ്രയിച്ചാൽ. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, സാക്ഷ്യപേടകം വഹിക്കുന്ന പുരോഹിതന്മാരോട് ജോർദാനിൽ നിന്ന് കയറി വരാൻ കൽപ്പിക്കുക. ജോഷുവ അവരോട് കയറി വരാൻ കൽപ്പിച്ചു. കർത്താവിന്റെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാർ ജോർദാനിൽ നിന്ന് കയറി. കരയിൽ കാൽകുത്തിയപ്പോൾ ജോർദാനിലെ വെള്ളം പഴയപടി ഒഴുകി കര കവിഞ്ഞു. 1-ാം മാസം 10-ാം ദിവസമാണ് ജനം ജോർദാനിൽ നിന്ന് കയറി ജെറിക്കോയുടെ കിഴക്കേ അതിർത്തിയിലുള്ള ഗിൽഗാലിൽ താവളമടിച്ചത്. ജോർദാനിൽ നിന്ന് കൊണ്ടുവന്ന 12 കല്ല് ജോഷുവ ഗിൽഗാലിൽ സ്ഥാപിച്ചു. അവൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ഭാവിയിൽ നിങ്ങളുടെ സന്തതികൾ പിതാക്കന്മാരോട് ഈ കല്ലുകൾ എന്ത് സൂചിപ്പിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടി ജോർദാൻ കടന്നു എന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ദൈവമായ കർത്താവ് ഞങ്ങൾ കടന്നു കഴിയുന്നത് വരെ ചെങ്കടൽ വറ്റിച്ചതുപോലെ നിങ്ങൾ കടക്കുന്നത് വരെ ജോർദാനിലെ വെള്ളവും വറ്റിച്ചു. അങ്ങനെ ദൈവമായ കർത്താവിനെ നിങ്ങൾ എന്നെന്നും ഭയപ്പെടുകയും അവിടുത്തെ കരങ്ങൾ ശക്തമാണെന്ന് ലോകമെങ്ങുമുള്ള ജനങ്ങൾ അറിയുകയും ചെയ്യട്ടെ. ദൈവമായ കർത്താവിനെ സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ പരിശുദ്ധ ലൂർദ് മാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തൻകരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. നിത്യപിതാവിനും സുതനും റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ. നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ
ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദിയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഇന്ത്യ സഹോദരത്തിലെ വിശുദ്ധ പൗലോസിന്റെ നാമമാത്രത്തിലെ 6-ാം അധ്യായം 15 വാക്യങ്ങൾ ഗുരു ആശംസിക്കുന്നു. നീതിയുടെ അടിമകൾ, അതുകൊണ്ടെന്നത് നാം നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല, കൃപയ്ക്ക് കീഴ്പ്പെട്ടവരാണ് എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാനും ഒരിക്കലും പാടില്ല. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആദ്യങ്ങളിൽ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവരുടെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ. ഒരിക്കൽ നിങ്ങൾ പാപത്തിൻ്റെ അടിമകളായെങ്കിൽ നിങ്ങൾ ലഭിച്ച പ്രബന്ധം ഹൃദയപൂർവ്വമനുസരിച്ച് പാപത്തിൽ നിന്ന് മുൻപേ നിങ്ങൾ നീതിക്ക് അടിമകളായിരിക്കാൻ പാപത്തിൽ നിന്ന് നിങ്ങളുടെ പരിമിതി നിമിത്തമായി മനുഷ്യരീതിയിൽ സംസാരിക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കും. നിങ്ങൾ പാപത്തിന് അടിമകളായിരുമ്പോൾ നീതിയുടെ നിയമത്തിലല്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി? അവയുടെ അവസാനം മരണമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വിശുദ്ധീകരണം അതിൻ്റെ അവസാനം നിത്യജീവനമാണ്. പാപത്തിൻ്റെ വേദന മരണമാണ്. ദൈവത്തിൻ്റെ ദാനമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിത്യജീവനം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ആദിയിലെ വചനം, ജ്ഞാനം നൽകിയ വചനം, വഴിയും സത്യവും ജീവനുമായ തിരുവചനം, മാംസമായ വചനം, രക്ഷയേകും വചനം, പാപച്ചങ്ങല പൊട്ടിച്ചെറിയും തിരുവചനം, ആത്മാവിൽ സന്തോഷം പകരും തിരുവചനം, സ്നേഹത്തിൻ വിത്ത് വിതയ്ക്കും ദൈവത്തിൻ വചനം, ആത്മാവിൽ സന്തോഷം പകരും തിരുവചനം, സ്നേഹത്തിൻ വിത്ത് വിതയ്ക്കും ദൈവത്തിൻ വചനം. ഹല്ലേലൂയ ഹല്ലേലൂയ, ജീവൻ പകരും വചനമേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, സ്നേഹം ചൊരിയും വചനമേ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 7, 21 മുതലുള്ള തിരുവചനങ്ങൾ. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയോടൊരു ദിവസം ക്രിസ്ത്യാനികളെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ക്രിസ്തുവിനെ ഇഷ്ടമാണ്, ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്യമുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനഭാഗം മലയിലെ പ്രസംഗമാണെന്നാണ് പറഞ്ഞത്. ആ മലയിലെ പ്രസംഗമാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗം. ഒരു ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ്. ശ്രദ്ധിച്ചു കേൾക്കട്ടോ. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുകയും എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി,
കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. ഇന്ന് രോഗീ ദിനമായിട്ട് ആചരിക്കുന്നത് കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോക രോഗീ ദിനത്തിൽ എഴുതിയ ഒരു സർക്കുലറാണ് വായിക്കാനായിട്ട് പോവുക. അപ്പോൾ ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ കുറച്ച് കടുകട്ടി വാക്കുകളൊക്കെ ഉണ്ടാവട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ഉറങ്ങിപ്പോകും. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ കഴിഞ്ഞിട്ട് ചോദിക്കും കുറച്ച് പേരോട്. പ്രിയ സഹോദരി സഹോദരന്മാരെ, 29ാം ലോക രോഗീ ദിനാചരണം 2021 ഫെബ്രുവരി 11 നടക്കും. അന്ന് ലൂർദ് മാതാവിനെ ആരാധന ക്രമപരമായി ഓർക്കുന്ന ദിവസമാണ്. രോഗികളെയും ആരോഗ്യ ശുശ്രൂഷ സ്ഥാപനങ്ങളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും രോഗികളെ സഹായിക്കുന്നവരെയും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു അവസരമാണിത്. ആഗോള പകർച്ചവ്യാധിയായ കൊറോണ വൈറസിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചവരെയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരെയും നമ്മൾ പ്രത്യേകമായി ഓർമ്മിക്കുന്നു. എല്ലാവരോടും, പ്രത്യേകിച്ച് ദരിദ്രരോടും പുറംപോക്കിലകപ്പെട്ടവരോടും ആധ്യാത്മിക സാമീപ്യം ഞാൻ പ്രകാശിപ്പിക്കുന്നു. അവർക്ക് സഭയുടെ സ്നേഹപൂർണമായ പരിഗണന ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഈ ദിവസത്തേക്കുള്ള പ്രമേയം സുവിശേഷത്തിൽ നിന്നെടുത്തതാണ്. തങ്ങൾ പ്രസംഗിക്കുന്നത് പ്രായോഗിക തലത്തിലാക്കുന്നതിൽ പരാജയപ്പെട്ടവരുടെ കാപട്യത്തെ യേശു അവിടുത്തെ വിമർശിക്കുന്നു. നമ്മുടെ വിശ്വാസം പൊള്ളയായ വാക്കുകളായി ചുരുക്കപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതവും ആവശ്യങ്ങളുമായി താല്പര്യം പുലർത്താതിരിക്കുമ്പോൾ നാം ഏറ്റുപറയുന്ന വിശ്വാസ പ്രമാണം നാം നയിക്കുന്ന ജീവിതത്തിന് ചേരാത്തതാകും. അപകടം യഥാർത്ഥമാണ്. അതുകൊണ്ട് ആത്മവിഗ്രഹാരാധനയിൽ വീഴുകയെന്ന അപകടത്തെക്കുറിച്ച് യേശു ശക്തമായ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അവിടുന്ന് നമ്മളോട് പറയുന്നു, നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ, നിങ്ങളെല്ലാവരും സഹോദരങ്ങളാണ്. പ്രസംഗിക്കുകയും എന്നാൽ പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് എതിരെ ക്രിസ്തു നടത്തുന്ന വിമർശനം എപ്പോഴും എല്ലായിടത്തും സഹായകമാണ്. കാരണം കാപട്യമെന്ന വലിയ തിന്മയിൽ നിന്ന് ഒഴിവുള്ളവരായി നമ്മിൽ ആരുമില്ല. ആ തിന്മ സാർവത്രിക സാഹോദര്യത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരും ഏകപിതാവിൻ്റെ മക്കളും എന്ന നിലയിൽ വളർന്നു വികസിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നു. നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ അത്തരം കാപട്യത്തിന് തികച്ചും വിരുദ്ധമായ വിധത്തിൽ പ്രത്യുത്തരിക്കാൻ യേശു നമ്മളോട് ആവശ്യപ്പെടുന്നു. നിന്ന് ശ്രദ്ധിച്ചു കേൾക്കാനും മറ്റുള്ളവരുമായി നേരിട്ടുള്ള വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാനും സഹാനുഭൂതിയും സഹതാപവും അനുഭവിക്കുവാനും നാം അവർക്ക് സേവനം ചെയ്യാൻ പരിശ്രമിക്കുമ്പോൾ അവരുടെ സഹനം നമ്മുടേതാക്കി തീർക്കാനും അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു. രോഗാനുഭവം നമ്മുടെ തന്നെ ദുർബലമായ അവസ്ഥയും മറ്റുള്ളവരെ കൊണ്ട് നമുക്കുള്ള ആവശ്യവും നമുക്ക് മനസ്സിലാക്കി തരുന്നു. ദൈവത്തെ ആശ്രയിച്ച് കഴിയുന്ന സൃഷ്ടികളാണ് നമ്മളെന്ന് എന്ന വസ്തുത അത് നമുക്ക് കൂടുതൽ വ്യക്തമാക്കി തരുന്നു. നമ്മൾ രോഗികളാകുമ്പോൾ ഭയവും പരിഭ്രമവും നമ്മുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും പിടിച്ചമർത്തിയേക്കാം. നമ്മൾ ശക്തിഹീനരാണെന്ന് നമുക്ക് തോന്നാം. നമ്മുടെ ആരോഗ്യം നമ്മുടെ കഴിവുകളെയോ നിരന്തര ജീവിത ആകുലതകളെയോ ആശ്രയിച്ചല്ലോ നിലകൊള്ളുന്നത്. ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചുള്ള ചോദ്യം രോഗമുന്നയിക്കുന്നു. അത് വിശ്വാസത്തിൽ നാം ദൈവത്തിനു മുമ്പാകെ കൊണ്ടുവരുന്നു. നമ്മുടെ ജീവിതത്തിൽ നവീനവും അഗാധതരവുമായ ഒരു അഭിമുഖ അന്വേഷണത്തിന് പെട്ടെന്നൊരു ഉത്തരം നാം കണ്ടെത്തിയെന്ന് വരികയില്ല. ദുർഘടമായ ഈ ആവശ്യത്തിൽ സഹായിക്കാൻ നമ്മുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ എപ്പോഴും സാധിക്കുകയില്ല. ഈ വിഷയത്തിൽ ബൈബിളിലെ ജോബ് എന്നയാൾ പ്രതീകാത്മകമായ വ്യക്തിയാണ്. അദ്ദേഹത്തിനുണ്ടായ ദുരവസ്ഥയിൽ ഭാര്യയോ കൂട്ടുകാരോ കൂടെ ഉണ്ടായിരുന്നില്ല. പകരം അവർ അയാളെ കുറ്റപ്പെടുത്തുകയും ഏകാന്തതയും അസ്വസ്ഥതയും വർദ്ധിപ്പിക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. താൻ നിരാലംബനും തെറ്റിദ്ധരിക്കപ്പെടുന്നവനുമാണെന്ന് ജോബിന് തോന്നി. എന്നാൽ അങ്ങേ അറ്റത്തെ ഈ തകർച്ചയിലും അയാൾ കാപട്യം ഉപേക്ഷിക്കുന്നു. ദൈവത്തോടും മറ്റുള്ളവരോടും സത്യസന്ധതയുടെ വഴി തിരഞ്ഞെടുക്കുന്നു. അയാൾ ദൈവത്തോട് നിരന്തരം കരഞ്ഞപേക്ഷിച്ചു. അവസാനം ദൈവം അയാളോട് ഉത്തരം പറയുകയും പുതിയൊരു ചക്രവാളം കാണാൻ അനുവദിക്കുകയും ചെയ്തു. ജോബിൻ്റെ സഹനം ഒരു ശിക്ഷയോ
ദൈവത്തിൽ നിന്നുള്ള വേർപെടലോ അല്ലെന്ന് ഉറപ്പ് പറയുന്നു. അത്ര പോലും ദൈവത്തിൻ്റെ നിസ്സംഗതയുടെ അടയാളമല്ലെന്നും പറയപ്പെടുന്നു. മുറിപ്പെടുകയും സുഖമാക്കപ്പെടുകയും ചെയ്യുന്ന ജോബിൻ്റെ ഹൃദയം അപ്പോൾ കർത്താവിനോട് പ്രകമ്പനപരവും ഹൃദയസ്പർശകവുമായ ഈ ഏറ്റുപറച്ചിൽ നടത്തുന്നു. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. രോഗത്തിന് എപ്പോഴും ഒന്നിൽ കൂടുതൽ മുഖമുണ്ട്. എല്ലാ രോഗികളുടെയും മുഖം അതിനുണ്ട്. അവഗണിക്കപ്പെടുകയും ഒഴിവാക്കപ്പെടുകയും മൗലിക അവകാശങ്ങളെ നിഷേധിക്കുന്ന സാമൂഹിക അനീതികൾക്ക് ഇരയാക്കപ്പെടുകയും ചെയ്തവരുടെ മുഖവും അതിനുണ്ട്. ഇപ്പോഴത്തെ പകർച്ചവ്യാധി നമ്മുടെ ആരോഗ്യ ശുശ്രൂഷയിലെ അപര്യാപ്തതകൾ വെളിവാക്കുകയും ചെയ്തിട്ടുണ്ട്. വൃദ്ധരും ദുർബലരും അരക്ഷിതരുമായ ആളുകൾക്ക് പരിചരണം സർവ്വതാ ലഭിച്ചില്ലെന്ന് മാത്രമല്ല, സമത്വഭാവത്തിനും ലഭിച്ചിട്ടില്ല. ഇത് രാഷ്ട്രീയ തീരുമാനങ്ങളുടെയും വിഭവങ്ങളുടെ കൈകാര്യത്തിൻ്റെയും ഉത്തരവാദിത്വമുള്ള സ്ഥാനങ്ങളിലുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടായ വലുതോ ചെറുതോ ആയ സമർപ്പണരാഹിത്യത്തിൻ്റെയും ഫലമാണ്. ആരോഗ്യം പ്രാഥമിക പൊതു നന്മയാണ് എന്ന മൗലിക തത്വത്തോട് ബന്ധപ്പെട്ട മുൻഗണനയാണ് രോഗികൾക്ക് ശുശ്രൂഷയിലും വിഭവങ്ങൾ നിക്ഷേപിക്കുക എന്നത്. എന്നാലും ആരോഗ്യപാലകർ, വോളണ്ടിയർമാർ, പിന്തുണ പ്രവർത്തകർ, വൈദികർ, സന്യാസിമാർ എന്നിവരുടെ സമർപ്പണത്തെയും ഔദാര്യത്തെയും പകർച്ചവ്യാധി ഉയർത്തി കാണിക്കുകയും ചെയ്തു. അവരെല്ലാവരും തൊഴിൽ വൈദഗ്ധ്യം, ആത്മദാനം, അയൽക്കാരോടുള്ള ഉത്തരവാദിത്വവും സ്നേഹവും എന്നിവയോടെ അനേകം രോഗികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സഹായിക്കുകയും ചികിത്സിക്കുകയും ആശ്വസിപ്പിക്കുകയും അവർക്ക് സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. സ്ത്രീ പുരുഷന്മാരുടെ ഒരു നിശബ്ദ സമൂഹമായി അവർ അയൽക്കാരും ഏകമാനവ കുടുംബത്തിലെ അംഗങ്ങളുമായി കണ്ട രോഗികളുടെ സഹനത്തിൽ പങ്കുചേരുകയല്ലാതെ മറ്റൊരു വഴിയും നോക്കാതിരിക്കാൻ നിശ്ചയിച്ചു. ഇവിടെ സഹോദരപരമായ ഐക്യദാർഢ്യത്തിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് മൂർത്തമായി സേവനത്തിൽ പ്രകാശിക്കപ്പെടുന്നതാണ്. അതിന് വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടായിരിക്കാം. എല്ലാ രൂപങ്ങളും നമ്മുടെ അയൽക്കാരനെ പിന്തുണയ്ക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. സേവനം ചെയ്യുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ കുടുംബങ്ങളിലെയും സമൂഹത്തിലെയും നമ്മുടെ ജനതയിലെയും ദുർബലരെ സംരക്ഷിക്കുക എന്നതാണ്. ഈ പരിശ്രമത്തിൽ ഏറ്റവും ദുർബലരായവരുടെ ഉറ്റുനോട്ടത്തിനു മുൻപിൽ എല്ലാവരും സ്വന്തം ആശകളും ആഗ്രഹങ്ങളും അധികാരത്തിന് വേണ്ടിയുള്ള പരിശ്രമവും മാറ്റിവെക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. സേവനം എപ്പോഴും അവരുടെ മുഖങ്ങളിലേക്ക് നോക്കുന്നു, അവരുടെ ശരീരത്തിൽ സ്പർശിക്കുന്നു, അവരുടെ അടുപ്പം മനസ്സിലാക്കുന്നു. ചില സന്ദർഭങ്ങളിൽ ആ അടുപ്പം സഹിക്കുകയും അവരെ സഹായിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. സേവനം ഒരിക്കലും പ്രത്യയശാസ്ത്രപരമല്ല. കാരണം നമ്മൾ ആശയങ്ങൾക്ക് സേവനം ചെയ്യുന്നില്ല, നമ്മൾ ജനങ്ങൾക്കാണ് സേവനം ചെയ്യുന്നത്. രോഗികളുമായിട്ടുള്ള അത്തരം ഒരു ബന്ധത്തിന് ക്രിസ്തുവിൻ്റെ പരസ്നേഹത്തിൽ ലക്ഷ്യത്തിൻ്റെയും ശക്തിയുടെയും വറ്റാത്ത ഉറവ കണ്ടെത്താൻ കഴിയും. സഹസ്രാബ്ദങ്ങളായി രോഗികൾക്ക് സേവനത്തിലൂടെ വിശുദ്ധിയിൽ വളർന്ന സ്ത്രീ പുരുഷന്മാരുടെ സാക്ഷ്യം ഇത് വ്യക്തമാക്കുന്നുണ്ടല്ലോ. എന്തെന്നാൽ രോഗികളുടെയും ആരോഗ്യ ശുശ്രൂഷകരുടെയും അനുഭവത്തിന് പൂർണ്ണമായ അർത്ഥം നൽകാൻ കഴിയുന്ന ക്രിസ്തുവിൻ്റെ മരണോത്ഥാനങ്ങളുടെ രഹസ്യം സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. സുവിശേഷം ഇക്കാര്യം കൂടെ വ്യക്തമാക്കുന്നുണ്ട്. യേശു സുഖപ്പെടുന്നത് മാജിക് കൊണ്ടല്ല, പിന്നെയോ കണ്ടുമുട്ടലിൻ്റെ വ്യക്തിയന്തര ബന്ധത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ വ്യക്തിത്വ ബന്ധത്തിൻ്റെ ദൈവത്തിൻ്റെ ദാനം അതിനെ സ്വീകരിക്കുന്നവരുടെ വിശ്വാസത്തിൽ ഒരു പ്രത്യുത്തരം കണ്ടെത്തുന്നു. യേശു മിക്കപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതുപോലെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ സ്നേഹത്തിൻ്റെ കൽപ്പന രോഗികളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലും സൂക്ഷിക്കണം. ഒരു സമൂഹം സഹോദര സ്നേഹത്തിൻ്റെ ചൈതന്യത്തിൽ ഏറ്റവും ദുർബലരും സഹിക്കുന്നവരുമായ അംഗങ്ങളെ എത്ര കൂടുതൽ കാര്യക്ഷമമായി ശുശ്രൂഷിക്കുന്നുവോ അത്ര കൂടുതലായി മാനുഷികമായി തീരും. താൻ ഒറ്റപ്പെട്ടവനോ ഒഴിവാക്കപ്പെട്ടവനോ പരിത്യക്തനോ ആണെന്ന് ആർക്കും തോന്നാതിരിക്കും വിധം ഈ ലക്ഷ്യം പ്രാപിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. രോഗികളെയും ആരോഗ്യ ശുശ്രൂഷകരെയും നമ്മുടെ സഹിക്കുന്ന സഹോദരന്മാർക്ക് ഉദാരതയോടെ സഹായം ചെയ്യുന്ന എല്ലാവരെയും കാരുണ്യത്തിൻ്റെ അമ്മയും രോഗികളുടെ ആരോഗ്യവുമായ കന്യകാമറിയത്തിൽ ഞാൻ കാഴ്ചവെക്കുന്നു. ലൂർദിലെ ഗ്രോട്ടോയിൽ നിന്നും ലോകമെങ്ങുമുള്ള മറ്റ് അനേകം ഗ്രോട്ടോകളിൽ നിന്നും പരിശുദ്ധ അമ്മ നമ്മുടെ വിശ്വാസവും പ്രത്യാശയും പരിപോഷിപ്പിക്കുകയും സഹോദര സ്നേഹത്തോടെ പരസ്പരം
കരുതലുള്ളവരായി തീരാൻ സഹായിക്കുകയും ചെയ്യട്ടെ. ശുശ്രൂഷിക്കാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ ആശീർവാദം ഹൃദയപൂർവ്വം ഞാൻ നൽകുന്നു. ഒത്തിരി സ്നേഹത്തോടെ ഫ്രാൻസിസ് മാർപ്പാപ്പ. കാലശുശ്രൂഷ പ്രാർത്ഥനകൾക്കായിട്ട് നമുക്ക് വേണ്ടിയിട്ട് നൽകാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പരിശുദ്ധാത്മാവിലേക്ക് നയിക്കപ്പെടുകയും 40 രാവും 40 പകലും തപസ്സനുഷ്ഠിക്കുകയും ചെയ്ത കർത്താവെ, തപസ്സിന്റെയും പ്രായത്തിന്റെയും അരുവിയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങളിൽ നിന്നും ദിവ്യനാടായ ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾ അനുഷ്ഠിക്കുകയും ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിന്റെ വിരുദ്ധമായ മിശിഹായെ, ഞങ്ങളുടെ ശരീരത്തെയും അതിന്റെ ദുർവാസനങ്ങളെയും അങ്ങയുടെ കൂടെ ക്രൂശിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധപിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവരും അതിരുപാധ്യക്ഷനുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും മറ്റ് അധ്യാപകരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. എല്ലാവർക്കും കണ്ണുകളുള്ള കരങ്ങൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതാനായിട്ട് പോകുന്ന വിദ്യാർത്ഥികളെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ ആവസിച്ച് നമ്മൾ പഠിച്ചത് മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായി എഴുതുവാനും നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ കുടുംബങ്ങളിൽ ജോലികളായിട്ട് കഴിയുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കന്മാരായിരിക്കും, നമ്മുടെ അപ്പാപ്പനും മാമയും, അതല്ലെങ്കിൽ നമ്മുടെ ബന്ധു വീട്ടിലുള്ള ആരെങ്കിലൊക്കെ ആയിരിക്കും. എല്ലാവരെയും സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുട്ടികളെ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഒത്തിരിയേറെ ശക്തിയുണ്ട്. ഒരു ചെറിയ കുഞ്ഞിനെ ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ഈശോ പറയുക, ഈ കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കരായി തീരാനാണ്. കാരണം നിങ്ങളുടെ മനസ്സത്രമാത്രം നിഷ്കളങ്കമാണെന്ന് ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ശക്തിയുണ്ട്. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നതിനേക്കാളും ശക്തി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആത്മാർത്ഥമായിട്ട് നമ്മളോട് ഈ രോഗികളായിട്ട് കഴിയുന്ന നമ്മുടെ അപ്പാപ്പനെയും അമ്മാമ്മയെയും നമ്മുടെ അപ്പച്ചനെയും അമ്മച്ചയെയും അതല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ ബന്ധുജനങ്ങളെയും നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള പിള്ളേരെല്ലാവരെയും ഈ അൾത്താരയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വൈദികൻ പ്രാർത്ഥനയോടെ ഈ അപ്പവും വീഞ്ഞും കൈകളിൽ ഉയർത്തി ദൈവസന്നിധിയിലേക്ക് ഉയർത്തി കാസയും പിരാസയും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ രോഗികളെ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ അവരെ അങ്ങ് തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യത്തിരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണ മഹാജനം മുഴുവൻ്റെയും കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. Say
അതുപോലാത്മജനം ദിവ്യറുഹാക്യം സ്തുതിയുന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിട പവനമീ ബലിയിൽ ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉത്തിതരായിടുവാൻ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിലെ പുത്രനും സർവശക്തനും യുഗങ്ങളെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിനുള്ള സത്യദൈവവും പിതാവിന്റെ കൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീയായി നിർത്തപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായി മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സിനും ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാക്കിസ്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകം വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിനും കാരണമാകട്ടെ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി നിങ്ങളുടെയൊക്കെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കാരണം അവരുടെയൊക്കെ ഒത്തിരിയേറെ അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമ്മുടെ ഇന്നിവിടെ ആരോഗ്യത്തോടുകൂടെ നിൽക്കുക. നമ്മുടെ അപ്പച്ചനെയും അമ്മച്ചയും ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മരണം മൂലം വേർപിരിഞ്ഞു പോയവരുണ്ടെങ്കിൽ അവരുടെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ്, അവരെ ചോര നീരാക്കിയാണ് പലപ്പോഴും നമ്മളെയൊക്കെ വളർത്തിക്കൊണ്ടുവരിക. ആത്മാർത്ഥമായിട്ട് അപ്പനും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരോടൊക്കെ അനുസരണക്കേട് കാണിച്ച ഒരുപാട് സമയങ്ങളുണ്ടാകും. അവർ നമ്മുടെ നല്ലതിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പോയ സമയങ്ങളുണ്ടാകും. മനസ്സുകൊണ്ട് അവരോടൊക്കെ മാപ്പ് ചോദിച്ച് ആത്മാർത്ഥമായിട്ട് ഈശോയെ അവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരി കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ
വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരികത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും മനോതാപത്തോടും ഭക്തിയോടും ഉണർന്ന് കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങളുടെ ആദരവുകളെന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സംതൃപ്തമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും ഉടന്ന് നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ദിനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂബിയന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. കണ്ണുകളടച്ച കരങ്ങൾ പൂർത്തിയായിരിക്കും. ചുറ്റുമുള്ളവരെയും അടുത്ത് നിൽക്കുന്നവരെ ആരെയും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഞാനും എൻ്റെ ഈശോയും മാത്രം. വിശുദ്ധ കുർബാനയുടെ അത്ര
എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോ സ്വർഗത്തിൽ നിന്നിറങ്ങി മാലാഖമാരാൽ ആനയിക്കപ്പെട്ട് ഈ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. ഈശോയെ അങ്ങേക്ക് ഇഷ്ടമുള്ള മക്കളായി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. രോഗികളായിട്ട് കഴിയുന്നവരെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലിയില്ലാതെ വിഷമിക്കുന്ന, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരെല്ലാവരെയും ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം ശക്തിയുണ്ടെന്ന് തിരിച്ചറിയുക. ആ ഒരു തിരിച്ചറിവോടുകൂടി ഈശോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ സമയത്ത് നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഈശോയോട് പറയാം. മൗനമായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ ദിവ്യരഹസ്യങ്ങൾ തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്കു കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിന് നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിന് അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും ഇന്ന് ഞങ്ങൾ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന
എല്ലാ രോഗികൾക്കും വേണ്ടിയും പരീക്ഷ എഴുതാൻ ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും ഞങ്ങളുടെ നാടിന് വേണ്ടിയും ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിൽ മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിന്റെയും മാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ ദർശനത്തിലെ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകരുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവും രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പരിശുദ്ധാത്മാവെ ഇറങ്ങി വന്ന് ഞങ്ങളുടെ ജീവിതത്തെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് ഈശോ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാനായിട്ട് നമുക്ക് പറ്റുക. ഈശോയെക്കുറിച്ച് വചനത്തിൽ പറയുന്ന പ്രകാരമാണ് അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു എന്നാണ് പറയുക. മനുഷ്യരുടെ പ്രീതിയിൽ ഒരുപക്ഷെ നമ്മൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ ദൈവത്തിൻ്റെ പ്രീതിയിൽ നമ്മൾ വളരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ആത്മാർത്ഥമായത് പരിശുദ്ധാത്മാവെ, മാമോദീസായിലൂടെ ഞങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ വിശദീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ ഈശോ കാണിച്ചു തന്ന വഴികളിലൂടെ നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൽ നല്ലി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ ആവശ്യിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർവ്വം പാപങ്ങളുടെ മോചനത്തിനും വരിച്ചവരുടെ ഉയർത്തിയുള്ള പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെട്ട് എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരണത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുന്ദരവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതം പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നിന്നെ
കണ്ണടച്ച് കരങ്ങളെ കൂട്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് ആത്മാർത്ഥമായിട്ട് ഈശോയുടെ മാപ്പ് ചോദിക്കും. ഈശോ പറഞ്ഞത് കേൾക്കാതെ നമ്മൾ നടന്നിട്ടുണ്ട്. നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും കാണപ്പെടുന്ന ദൈവങ്ങളാണ്. അവരെ ബഹുമാനിക്കാതിരുന്നിട്ടുണ്ട്. പലപ്പോഴും അവർ പറയുന്നത് കേൾക്കാതിരുന്നിട്ടുണ്ട്. അവരെ ശപിച്ചിട്ടുണ്ട്, ചീത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് ഈശോയുടെ മാപ്പ് ചോദിക്കാം. അവർ പറയുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിയുക. നമ്മൾ ആരും മോശം വഴികളിലേക്ക് പോകാനായിട്ട് ഒരപ്പനും അമ്മയും ആഗ്രഹിക്കില്ല. നമ്മളെല്ലാവരും നല്ല രീതിയിൽ വളർന്നു വന്ന് നല്ല മക്കളായി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ഉള്ള ആളുകളായി മാറണമെന്നാണ് നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും നമുക്ക് ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ കാണുമ്പോൾ അവർ നമ്മളെ തിരുത്തുന്നതും അവർ നമ്മളെ കുറ്റപ്പെടുത്തുന്നതും. അവരോട് മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഈശോയുടെ മാപ്പ് ചോദിക്കുക. നീ നിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവമാണ് കേട്ടോ. ദൈവം തന്നിരിക്കുന്ന കൽപ്പനയാണ് നിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നത്. അതല്ലാതെ അതൊരു അച്ഛനോ അതൊരു സിസ്റ്ററോ അത് സമൂഹത്തിലുള്ള ഒരാളോ നമുക്ക് തന്നേക്കുന്ന കൽപ്പനയല്ല. മറിച്ച് ദൈവം, നമ്മളെ സൃഷ്ടിച്ച ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനയാണ്. നീ നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നുള്ളത്. അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ മനസ്സ് മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഈശോയുടെ മാപ്പ് ചോദിക്കും. ഒപ്പം നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ, അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കാരണം അവരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയുടെ മാപ്പ് ചോദിക്കും. നമ്മുടെ ഗുരുഭൂതർ, അധ്യാപകർ പറയുന്നത് കേൾക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, അവരെ മോശം കണ്ണുകൾ കൊണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ, അവരോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഈശോയുടെ മാപ്പ് ചോദിക്കും. നമ്മുടെ കൂട്ടുകാരെ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചീത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, കാണാൻ പാടില്ലാത്ത കാര്യങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഈശോയുടെ മാപ്പ് ചോദിക്കും. നുണകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥനാ സമയത്ത് അലസമായിട്ട് ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയുടെ മാപ്പ് ചോദിക്കും. നമ്മളെ സ്നേഹിക്കുന്നവരും ഈശോയാണ് നമുക്കുള്ളത്. ആത്മാർത്ഥമായിട്ട് ഈശോയുടെ മാപ്പ് ചോദിച്ചുകൊണ്ട് ഈശോ നമ്മളെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഒരേ വിശ്വാസത്തിൽ ഈശോയോടുള്ള സ്നേഹത്തോടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ പ്രകീർത്തിക്കുവേൻ. നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ട ശരീരം ഇതാകുന്നു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തം ഇതാകുന്നു. അമർത്യതയുടെ അംശം ഇതാ നമുക്കായി നൽകപ്പെടുന്നു. ക്രൗര്യന്മാരുടെ ശ്രാപ്പന്മാരോട് ചേർന്ന് ഇതിന്റെ ദാതാവായ മിശിഹായെ നമുക്ക് സ്തുതിക്കാം. നമ്മെ ജീവിക്കുന്ന നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നമ്മെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. പ്രായച്ച പ്രവൃത്തികളിൽ വ്യാപൃതരായിരിക്കുന്ന സഹോദരരെ, ജീവിതകരമായ ഈ വിരുന്ന് നമുക്ക് ആസ്വദിക്കാം. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പുറത്തേക്കും നിത്യജീവനും കാരണമാകട്ടെ.
സ്നേഹമുള്ളവരെ, നമ്മുടെ കുട്ടികളുടെ പരീക്ഷ ഇന്നാണ് നമ്മൾ നടത്തുന്നത്. കുട്ടികളെല്ലാവരും പരീക്ഷയ്ക്ക് ഒരുങ്ങി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുട്ടികളുടെ പരീക്ഷയ്ക്ക് വേണ്ടി നേരത്തെ നിങ്ങളെല്ലാവരോടും നിങ്ങളുടെ ടീച്ചേഴ്സ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് 1, 2, 3 ക്ലാസ്സിലെ കുട്ടികളുടെ പരീക്ഷ നടക്കും. അതിൽ 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ പരീക്ഷയും നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് കുട്ടികൾ 4, 5, 6, 7, 8 ക്ലാസ്സിലെ കുട്ടികൾ കുർബാന കഴിയുമ്പോൾ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ഷീറ്റ് ആവശ്യമുള്ള ആൻസർ ഷീറ്റുകളും ടീച്ചേഴ്സ് കയ്യിൽ നിന്ന് വാങ്ങി വേഗം വീട്ടിൽ പോവുക. വീട്ടിൽ ചെന്ന് വേഗം പരീക്ഷയെല്ലാം എഴുതി 1 മണിക്ക് മുമ്പായിട്ട് 12:30ക്കും 1 മണിക്ക് മുമ്പായിട്ട് ടീച്ചേഴ്സിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറിലേക്ക് കൊണ്ടുവന്ന് തരികയോ ചെയ്യുക. നമുക്കങ്ങനെ പരീക്ഷ ഭംഗിയായിട്ട് നടത്തണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് കുട്ടികൾ ചെയ്യാനായിട്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കുർബാന കഴിയുമ്പോൾ ഇവിടുത്തെ അല്പസമയം ഇരുന്ന് ടീച്ചേഴ്സിൻ്റെ അടുത്ത് വന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ഷീറ്റ് ആവശ്യമുള്ള പേപ്പറും തരും. അത് ആയിട്ട് വേഗം വീട്ടിൽ പോയി വീട്ടിൽ നിന്ന് പരീക്ഷ എഴുതി നല്ല ഭംഗിയായിട്ട് എഴുതി എത്രയും വേഗം നമുക്ക് സമയം ഒട്ടും കളയരുത്. വേഗം 1 മണിക്ക് മുമ്പായിട്ട് നമുക്കതിന് അത്യാവശ്യം സമയം കിട്ടും. 1 മണി വരെ അല്ലേ, 2 മണി കൂടുതൽ കിട്ടില്ലേ. പരീക്ഷ എഴുതിയിട്ട് ടീച്ചേഴ്സിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സ്റ്റോറിൽ കൊണ്ടുവന്ന് കൊടുക്കുകയോ ചെയ്യുക. നിങ്ങൾക്കുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കുർബാന കഴിയുമ്പോൾ ടീച്ചേഴ്സിനോട് ചോദിച്ച് ഹെഡ് മാസ്റ്ററോട് ചോദിച്ച് വേണ്ട ക്രമീകരണങ്ങൾ നടത്തുക. നമ്മുടെ കുട്ടികളുടെ ആദ്യകുർബാന സ്വീകരണവും സ്നേഹലേഖനവും നമുക്ക് ഈ വർഷം നടത്തേണ്ടതുണ്ട്. മെയ് മാസമാണ് നമ്മൾ എല്ലാ വർഷം ചെയ്യുക. ഈ വർഷം അതിന് താല്പര്യമുള്ള കുട്ടികൾ അവരുടെ മാതാപിതാക്കന്മാർ അക്കാര്യം മദറിനെയോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറിലോ പേര് കൊടുക്കുക. നമുക്ക് കുട്ടികളുടെ എണ്ണം അനുസരിച്ച് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ദിവസം എങ്ങനെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് താല്പര്യമുള്ളവർ അതിൻ്റെ പേരുകളും ഫോൺ നമ്പറും ഈ ദിവസങ്ങളിൽ തന്നെ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ കയ്യിലോ സ്റ്റോറിലോ കൊടുക്കുവാനായിട്ട് അറിയിക്കുന്നു.
നമുക്ക് ഈ ദിവസങ്ങളിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ കുടുംബയോഗം ഉണ്ടാകും. നാളെ തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിക്ക് വിശുദ്ധ കുർബാനയും അതോടൊപ്പം കുമ്പസാരിക്കാനുള്ള സൗകര്യമുണ്ട് ഈ 4 ദിവസവും. നാളെ വൈകുന്നേരം കുർബാനയ്ക്ക് ശേഷം 6 യൂണിറ്റിൻ്റെ കുടുംബയോഗവും, ചൊവ്വാഴ്ച 7 യൂണിറ്റ്, ബുധനാഴ്ച 8 യൂണിറ്റ്, വ്യാഴാഴ്ച 9 യൂണിറ്റിൻ്റെ കുടുംബയോഗം ഉണ്ടാകുന്നതാണ് പാരിഷ് ഹാളിൽ. അപ്പോൾ കുടുംബാംഗങ്ങളെല്ലാവരും ഓരോ യൂണിറ്റ് അനുസരിച്ച് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം കുർബാനയ്ക്കും കുമ്പസാരത്തിനും വരിക. അത് കഴിഞ്ഞ് കുടുംബയോഗത്തിൽ പങ്കെടുക്കുവാനായിട്ട് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് എഴുന്നേറ്റ് വിശുദ്ധ കുർബാന തുടരാം. ജീവിതായും ദൈവമായ രഹസ്യങ്ങൾ സമീപിച്ച് ഇവയിൽ പങ്കാളികളപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവാദ്യത്തിനും സ്തുതിയും പ്രതിജ്ഞയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവീകമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവീകമായ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്ന് ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെയും നാഥായി നയിക്കും. ജീവൻ നൽകും ദൈവികമാ പരിപാവനമീ ബലിവഴിയാ നാഥനു സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതി കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോസ്നേഹനഗരത്തിൽ മാലാഖമാരുത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയരിലും നാഥൻ വരനീര് ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നിത്യപുരോഹിതനായ യേശു ലോകരക്ഷകനായ യേശു വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ ബുദ്ധി ചേര
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങേക്കെതിരെ ഞങ്ങൾ ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ മനസ്സറിയുന്നു. അവയ്ക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശിശുവായി പിറന്നുകൊണ്ട് നിർമ്മലയുടെ മഹാത്മ്യം ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ, ആത്മാവിനും ശരീരത്തിനും നിഷ്കളങ്കത പാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യനായി പിറന്ന ദൈവത്തിനായ ഈശോയെ, ആധ്യാത്മിക ശിശുവിന്റെ സ്വർഗീയമൂല്യം ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. എല്ലാവരും പ്രശംസിക്കപ്പെടുന്നതും എല്ലായ്പ്പോഴും ബഹുമാനിക്കപ്പെടുന്ന സ്തുതികളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. അവഹേളിക്കപ്പെടുന്നതും വിസ്മരിക്കപ്പെടുന്നതുമായ നിന്ന് ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വിശ്വാസവും പരലോകജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും സമസ്തയോടുള്ള സ്നേഹവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കാലഘട്ടത്തിലെ ജനനം മുതൽ കാലത്തിലെ മരണം വരെ അവിടുന്ന് കടന്നുപോയ ശൈശവത്തിന്റെ പാതയിലൂടെ നിരന്തരം ഞങ്ങളെ നയിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സുഹൃത്തുക്കളുടെ വിളനിലമായ ഉണ്ണീശോയെ, എല്ലാ പുണ്യവാന്മാരും സമൃദ്ധമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും കരുണാപൂർവ്വം അങ്ങയുടെ വിശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാരിദ്ര്യത്തിൽ നിന്നെത്താൻ ഞങ്ങളെ സമ്പന്നരാക്കണമേ. അങ്ങയുടെ അനുസരണാനുഭൂതിയാൽ ഞങ്ങളെ പ്രിയപൂർണ്ണരാക്കണമേ. അങ്ങയുടെ തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ അനുകമ്പയാൽ ഞങ്ങളെ ധന്യരാക്കണമേ. അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ ത്യാഗശാലികളാക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കുകയും ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശിശുക്കളുടെ സ്നേഹിതനായ ഉണ്ണീശോയെ, ലോകമെങ്ങും ജനിക്കുന്ന ശിശുക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും സംരക്ഷിച്ചുകൊള്ളണമേ. ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിഗ്രഹിക്കപ്പെടുന്ന ശിശുക്കളോടും സത്യവിശ്വാസത്തിൽ വളരുവാൻ അവസരം ലഭിക്കാത്ത കുട്ടികളോടും കരുണ കാണിക്കണമേ. അനാഥരും രോഗികളുമായ കുഞ്ഞുങ്ങളെയും ദാരിദ്ര്യമുണ്ട് വിശ്വസിക്കുന്ന മരുന്നുകളെയും ദയാപൂർവ്വം പരിപാലിക്കണമേ. അവരെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ദുഷ്ടസാഹചര്യങ്ങൾ വളരുകയും തെറ്റായ വഴികളിൽ ചെല്ലുകയും ചെയ്യുന്ന യുവതിയുവാക്കന്മാരെ നേർവഴിയിലേക്ക് തിരിച്ച് അവരെ നിർമ്മലമായി സൂക്ഷിക്കണമേ. എല്ലാവരിലും അങ്ങയുടെ തിരുമുഖം ദർശിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം സ്വർഗസ്നായ എന്റെ പിതാവ് നിങ്ങൾക്ക് തരുമെന്ന് അരുൾ ചെയ്ത ദിവ്യനാഥ, അങ്ങയുടെ നാമത്തിൽ
ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കരുണാപൂർവം സ്വീകരിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആകുലതകളിലും ആശങ്കകളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ ജനനത്തെ വിളിച്ചറിയിച്ച മലാഖമാരുടെ ആനന്ദവും അങ്ങേ ആരാധിച്ച ആട്ടിടയന്മാരുടെ നിഷ്കളങ്കതയും അങ്ങേക്ക് സമ്മാനങ്ങൾ കാഴ്ചവെച്ച രാജാക്കന്മാരുടെ വിശ്വാസവും അങ്ങേ പ്രതിയെല്ലാം ഉപേക്ഷിച്ച് സ്നേഹന്മാരുടെ തീക്ഷ്ണതയും അങ്ങേക്കായി മരണം കൈവരിച്ച രക്തസാക്ഷികളുടെ ധീരതയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വളർത്തു പിതാവായ വിശുദ്ധ യോസേപ്പിൻ്റെയും മാധ്യസ്ഥം വഴി ഞങ്ങളിപ്പോൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം കരുണാപൂർവം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ആമേൻ. കാലിത്തൊഴുത്തിൽ ശിശുവായി വരുന്ന ദൈവത്തിന്റെ കൃപാകടാക്ഷം നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. നസ്രത്തിൽ വളർന്ന ഉണ്ണീശോ നിങ്ങളുടെ ആനന്ദമായിരിക്കട്ടെ. ദേവാലയത്തിൽ കണ്ട ദേവാലയനായ യേശു നിങ്ങളുടെ ദൈവകാര്യങ്ങളിൽ തീക്ഷ്ണമതികളാക്കട്ടെ. രഹസ്യ ജീവിതം നയിച്ച ക്രിസ്തു നിങ്ങളുടെ മാതൃകയായിരിക്കട്ടെ. നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ച യുവാവായ മിശിഹ നിങ്ങളുടെ സഹപ്രവർത്തകനായിരിക്കട്ടെ. രോഗികളെയും ആകുലരെയും ആശ്വസിപ്പിച്ച മിശിഹ നിങ്ങളുടെ രോഗങ്ങളിലും പീഡകളിൽ നിന്ന് വിമുക്തരാക്കട്ടെ. പിശാചുകളെ ബഹിഷ്കരിച്ച മിശിഹ നിങ്ങളിൽ നിന്ന് സകലവിധ പൈശാചിക പ്രവർത്തനങ്ങളെയും ദൂരീകരിക്കട്ടെ. കുരിശുമരണം വഴി ജീവൻ ബലിയർപ്പിച്ച മിശിഹ ത്യാഗങ്ങൾ സഹിക്കുവാൻ നിങ്ങളെ സന്നദ്ധരാക്കട്ടെ. ഉദ്ധാനം ചെയ്ത മിശിഹ നിങ്ങൾക്ക് പ്രത്യാശ നൽകട്ടെ. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോ നിങ്ങളുടെ ജീവനും ശക്തി കേന്ദ്രവുമായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധ